കുടുംബത്തിലെ ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി. സസ്യത്തിന്റെ വേരാണ് കിഴങ്ങായി മാറുന്നത്. വടക്കൻ കേരളത്തിൽ പൂള എന്നും തെക്കൻ കേരളത്തിൽ കപ്പ എന്നും മധ്യ കേരളത്തിൽ കൊള്ളി എന്നുമാണ് പൊതുവെ ഇതറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് cassava എന്ന് പേര്. എങ്കിലും കപ്പയുടെ ചെടിക്ക് പറയുന്ന tapioca എന്ന പേരാണ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. മാനിഹോട്ട് എസ്കുലാൻഡ എന്നതാണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. പോർച്ചുഗീസുകാരാണ് കപ്പ കൃഷിയെ ഏഷ്യയിൽ പരിചയപ്പെടുത്തിയത്. പോർച്ചുഗീസ് കോളനിയായിരുന്ന ബ്രസീലാണ് ഇതിന്റെ ജന്മദേശം. ഏഷ്യയിൽ 1740 മൗറീഷ്യസിലാണ് മരച്ചീനി കൃഷി ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്വാൻ എന്നീ രാജ്യങ്ങളിലും ഇത് വ്യാപകമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിഴങ്ങുവിളകളിൽ സ്ഥലവിസ്തൃതിയിലും ഉൽപാദനത്തിലും 1-ാം സ്ഥാനമാണ് മരച്ചീനിക്കുള്ളത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് മരച്ചീനി കേരളത്തിൽ വ്യാപകമായത്. 2-ാം ലോകമഹായുദ്ധ കാലത്ത് ബർമയിൽ നിന്നും അരി ഇറക്കുമതി നിലച്ചപ്പോൾ തിരുവിതാംകൂറിൽ പ്രധാന ഭക്ഷ്യ വിഭവം മരച്ചീനിയായിരുന്നു. വ്യാവസായിക പ്രാധാന്യമുള്ള കപ്പയുടെ നൂറാണ് റൊട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. കേക്ക്, മിഠായി, നൂഡിൽസ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ കപ്പമാവിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. കപ്പ, കപ്പ ഇല എന്നിവ ചേർത്ത തീറ്റ നൽകുന്ന പശുക്കൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതായി നിരീക്ഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. കപ്പയുടെ മുഖ്യമായ വ്യാവസായിക പ്രാധാന്യം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർച്ചിനാണ്. പേപ്പർ, എണ്ണ, തുണി, ഭക്ഷ്യ വ്യവസായങ്ങളിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നു. ആൽക്കഹോൾ നിർമ്മാണ മേഖലയിലും കപ്പ ഉപയോഗിക്കുന്നു. കയ്യാലച്ചാടി, തോടലി മുള്ളൻ, ആനക്കൊമ്പൻ, ആമ്പക്കാടൻ, മലയൻ ഫോർ, ചെറുമുള്ളൻ, കാരിമുള്ളൻ, സുമോ, വേളൻ അഥവാ നനക്കിഴങ്ങ് തുടങ്ങിയവ പ്രാദേശികമായി കാണപ്പെടുന്ന മരച്ചീനിയുടെ തനത് ഇനങ്ങളാണ്. നീർവാർച്ചയുള്ള മണ്ണാണ് കപ്പ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മണ്ണ് ഇളക്കി കൂനകൾ ഉണ്ടാക്കിയാണ് സാധാരണ കൃഷി ചെയ്യാറുള്ളത്. ഇത്തരം കൂനകളെ കപ്പക്കൂടം എന്ന് വിളിക്കുന്നു. കപ്പത്തണ്ട് ഒരു ചാൺ നീളത്തിലുള്ള ചെറു തുണ്ടുകളാക്കി മുറിച്ച് കുഴിച്ചിട്ടാണ് വളർത്താറുള്ളത്. ഓരോ തണ്ടിനുമിടയിൽ 1 മീറ്റർ അകലം കാണപ്പെടുന്നു. 8 മുതൽ 10 മാസം കൊണ്ട് കിഴങ്ങുകൾ പാകമാകുന്നു. കപ്പയിൽ പ്രധാനമായും ബാധിക്കുന്ന രോഗം മൊസൈക്ക് രോഗമാണ്. ഈ രോഗം വിളവിനെ ഗണ്യമായി കുറയ്ക്കുന്നു. കപ്പയുടെ മറ്റു പ്രധാന ശത്രുക്കൾ പെരുച്ചായി അല്ലെങ്കിൽ എലിവർഗത്തിൽപ്പെട്ട ജീവികളാണ്. ഭക്ഷ്യവസ്തു എന്ന നിലയിൽ മരച്ചീനി പോഷക ഗുണം കുറഞ്ഞ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പച്ചക്കപ്പയിൽ ലിനാമേറി
വിഷാംശമായി ഉണ്ടാകുന്നതാണ് കപ്പയിലെ കട്ട്. തിളപ്പിച്ച് ഊറ്റുമ്പോൾ ഈ വിഷാംശം ഏറെക്കുറെ ഇല്ലാതാകുന്നു. കൃത്രിമ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കപ്പയിലാണ് കട്ടിന്റെ അംശം കൂടുതലുള്ളത്. എന്നാൽ ചാരം വളമായി നൽകുന്ന കപ്പയിൽ കട്ടിന്റെ അംശം കുറവായിരിക്കും. മരച്ചീനിക്കിഴങ്ങ്, കിഴങ്ങിന്റെ തൊലി, ഇലകൾ തുടങ്ങിയവ പച്ചയ്ക്ക് തിന്നുന്നത് വിഷകരമാണ്. ലിനമെറിൻ, ലോട്ടോസ്ട്രാലിൻ എന്നീ സയാനോജിനിക് ഗ്ലൂക്കോസൈഡുകൾ ഉള്ളതാണ് ഇതിന് കാരണം. കപ്പയിൽ നിന്നും എടുക്കുന്ന ശുദ്ധമായ 25 മില്ലിഗ്രാം സയാനോജിനിക് ഗ്ലൂക്കോസൈഡ് മതിയാകുമത്രേ ഒരു എലിയെ കൊല്ലാൻ. സുന്ദരിവെള്ള H165, ശ്രീവിശാഖം, ശ്രീസഹ്യ, ശ്രീഹർഷ, ശ്രീവിജയ, ശ്രീരേഖ, ശ്രീജയ, ശ്രീപ്രഭ, വെള്ളായണി, ഹ്രസ്വ, H97, H226, കൽപ്പക, നിധി തുടങ്ങിയവ മരച്ചീനിയുടെ സങ്കരയിനം വിത്തുകളാണ്. കപ്പപ്പുഴുക്ക്, കപ്പപ്പുട്ട്, കപ്പ വറുത്തത്, കപ്പ ബിരിയാണി, എള്ളക്കപ്പ, കപ്പ വിഴുകിയത് തുടങ്ങിയവ കേരളത്തിൽ കപ്പ കൊണ്ടുണ്ടാക്കുന്ന സ്വാദേറിയ പ്രധാന ഭക്ഷ്യ വിഭവങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.